നിന്റെ ഭാവിയെ തകർത്ത്, നിന്റെ അനുഗ്രഹത്തെ തകർത്ത്, നിന്റെ സമ്പത്തിനെ തകർത്ത്, എത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതൽ തരാതെ അവൻ പിടിമുറുക്കിയ മേഖലകളിൽ ഇന്ന് ആ നിയോഗം എന്താണെന്ന് ഞാൻ പറയാം. യോഹന്നാൻ പറഞ്ഞു, പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ ബന്ധിക്കപ്പെട്ട ജനത്തെ ആ ബന്ധനം പൊട്ടിച്ച് മാനസാന്തരത്തിലേക്ക് നടത്താൻ വന്നവനാ ഞാൻ. പക്ഷെ ഈ വരവ് തീരുവല്ല, എൻ്റെ പുറകെ മറ്റൊരുവൻ വരുന്നുണ്ട്. അവൻ ആരാന്നറിയാമോ? എന്നേക്കാൾ ബലവാനാ. ഒരാമയും വരുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, നിന്റെ മേൽ ശത്രു പിടിമുറുക്കിയത് മതി. സഭ ഉണരും, അഭിഷേകം ഉണരും, പ്രാർത്ഥന ഉണരും. പിടിമുറുക്കിയവനെ കൈയടിപ്പിക്കാൻ അറിയാം ദൈവത്തിന്. ദൈവമക്കൾ ഒന്നുകൂടെ അവരുടെ തീരുമാനം ഉറപ്പിച്ചോ. ഞാൻ നിന്നോട് പറയാം, ഇതല്ല നിന്റെ ഭാവി, ഇതല്ല നിന്റെ അഭിഷേകം, ഇതല്ല നിന്റെ തലമുറയുടെ ഭാവി. എവിടൊക്കെയോ ശത്രു താവളം ഉറപ്പിച്ചിട്ടുണ്ട്, എവിടൊക്കെയോ പിടിമുറുക്കിയിട്ടുണ്ട്. പക്ഷെ ഹോളി സ്പിരിറ്റ് പറയുക, ഇനി അവന് പിടിമുറുക്കാൻ പറ്റത്തില്ല. സഭ ഉണരാൻ തുടങ്ങി, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെരോദാവേ, നീ കൈ നീട്ടിയ ഞങ്ങൾക്ക് പേടിയില്ല, നീ കൈ മുറുക്കിയ ഞങ്ങൾക്ക് പേടിയില്ല, നീ ഇരുമ്പടിക്കകത്ത് തളച്ച ഞങ്ങൾക്ക് പേടിയില്ല. അതിന്റെ കാരണം എന്താ? ഞങ്ങൾ ആത്മാവിൽ ഉണരും. ഈ വലിയ കൂട്ടത്തെ ദൈവം എൻ്റെ മുമ്പിൽ തന്നത് ഒറ്റ കാര്യത്തിന്, നിന്നെ ഒന്ന് ഉണർത്താനാ. പിടിമുറുക്കിയവനെ ദൈവം വെറുതെ വിട്ടില്ല. വിട്ടോ പരസ്യമായി ഒറ്റ അടി നിന്ന് പുഴുത്തു ചത്തവൻ. എനിക്കെന്തോ ഇന്നൊരു വെളിപ്പാടുണ്ട്. അകാരണമായി നിന്റെ ആരോഗ്യത്തെ പിടിമുറുക്കിയവൻ, നിന്റെ സമ്പത്തിനെ പിടിമുറുക്കിയവൻ, നിന്റെ കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ പിടിമുറുക്കിയവൻ, ഇന്ന് നീ ഇതുവരെ അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തില് ഇന്നത്തെ ഈ പ്രയറില്